പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും തട്ടകമായ ഗുജറാത്തിൽ വലിയ രാഷ്ട്രീയ നീക്കം നടക്കുകയാണ്. വൻ പ്രതിസന്ധിയിലാണ് സംസ്ഥാന ഭരണം എന്നുറപ്പിച്ചതോടെ ഗുജറാത്തിലെ 16 മന്ത്രിമാർ രാജിവെച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി ഒഴികെ മറ്റ് മന്ത്രിമാരെല്ലാമാണ് രാജിവെച്ചത്. ഭൂപേന്ദ്ര പട്ടേൽ മുഖ്യമന്ത്രിയായി തന്നെ തുടരുമെന്നാണ് കേന്ദ്ര നേതൃത്വം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ 12:39 പുതിയ മന്ത്രിസഭ അധികാരമേൽക്കുമെന്നും BJP കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നു. ഇനി പുതിയ ക്യാബിനറ്റിൽ 10 മന്ത്രിമാർ മാത്രം ഉണ്ടാകുമെന്നൊരു സൂചനയും BJP നൽകിയിട്ടുണ്ട്. പഴയ മന്ത്രിസഭയിലെ ഋഷികേശ് പട്ടേൽ, മുകേഷ് പട്ടേൽ, അതുപോലെ ഭൂപേന്ദ്ര സിൻഹ, ചുഡസാമ എന്നിവർ ഒരുപക്ഷെ മന്ത്രിസ്ഥാനം നിലനിർത്തിയേക്കും. ബാക്കിയുള്ളവരെയെല്ലാം വലിച്ചു താഴെയിടും എന്നുള്ള സൂചനകൾ BJP നൽകി. കാനുഭായ് ദേശായി, രാഘവ്ജി പട്ടേൽ, കുൻവാജി ബവേലിയ, മുറുഭായ് ബേന എന്നിവർക്കാണ് സ്ഥാനം പൂർണ്ണമായും നഷ്ടമായിരിക്കുന്നത്. BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചടങ്ങിന് സാക്ഷികളായെത്താൻ ഗുജറാത്തിൽ ഉണ്ടാകും എന്നുള്ള സൂചനകളും പാർട്ടി നൽകിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ BJP ദേശീയ ജനറൽ സെക്രട്ടറി സുനിൽ ബൻസാലിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു യോഗത്തിന് പിന്നാലെയാണ് ഇത്രയും വലിയൊരു തീരുമാനത്തിലേക്ക് BJP കടക്കുന്നത്. മന്ത്രിമാരെയെല്ലാം രാജിവെപ്പിച്ചത്. ഇരുവരും മന്ത്രിമാരെ വ്യക്തിപരമായി കണ്ട് ചർച്ച നടത്തി കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു വലിയ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. സംസ്ഥാന നേതാക്കൾ MP-മാരെ അറിയിച്ചു എന്നാണ് വിവരം. ഇന്ന് രാത്രിയോടെ തന്നെ ഗവർണറെ കണ്ട് രാജിക്കത്തുകൾ മുഖ്യമന്ത്രിക്ക് നൽകാൻ പോകുന്നു. നാളെ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ഗവർണറെ ക്ഷണിക്കുകയും ചെയ്യും. അങ്ങനെ അത്രയ്ക്കും വലിയ ഒരു പ്രതിസന്ധിയാണ് ഗുജറാത്തിൽ ഉണ്ടായിരുന്നത് എന്ന് പുറത്തറിഞ്ഞിട്ടില്ല. ഈ രാജ്യത്തെ BJPയെ നിയന്ത്രിക്കുന്ന പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ഉൾപ്പെടുന്ന ഗുജറാത്തിൽ ഇതുവരെ അവർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ BJP സർക്കാർ പ്രതിസന്ധിയിലായിട്ടുണ്ട് എന്നുള്ളത് ഇവരുടെ രാജിയോടുകൂടിയാണ് മനസ്സിലാകുന്നത്. പ്രതിപക്ഷമായ കോൺഗ്രസ് അവിടെ വലിയ ശക്തിയല്ലെങ്കിലും സമരമില്ലാതെ തന്നെ തകരുന്നൊരു പാർട്ടിയായി ഗുജറാത്തിലെ BJP മാറിക്കഴിഞ്ഞു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ലഭിക്കുന്നത്. ഈ പെട്ടെന്നുള്ള മാറ്റത്തിൻ്റെ കാരണമെന്ത് എന്ന് പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ആ മന്ത്രിമാരെ വച്ച് ഇനി ഭരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പായതുകൊണ്ടാണ് 16 മന്ത്രിമാരെ BJP നേതൃത്വം രാജിവെപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഇനി ഇത് വരും ദിവസങ്ങളിൽ BJPയിലെ വലിയ പൊട്ടിത്തെറിക്ക് കാരണമാകും എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്.